ഹേയ് ഗൈസ്, ഇന്ന് എൻ്റെ പിറന്നാളാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഹോം സ്റ്റേയിലെ ബെന്നിച്ചേട്ടനും അവിടുത്തെ ചേച്ചിയൊക്കെ എനിക്ക് ബർത്ത്ഡേ പറഞ്ഞു. ഗൈസ്, ഇന്ന് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേയ്സിൽ ഒന്നാണ് ആവാൻ പോകുന്നത്. കാരണം ഇന്ന് ഞാൻ ലാലേട്ടനെ കാണാൻ പോവുകയാണ്. അപ്പോൾ നേരെ പോയി കുട്ടിയെ പിക്ക് ചെയ്തു. ആ തേങ്ങാത്തലേൻ്റെ ചിരി കൊണ്ടു സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിറങ്ങിയിട്ട് ആടാൻ കോയിലോട്ട് പോയി. ഗൈസ്, ഇതാണ് ഷെഫ് പിള്ള പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയാണ് ഗൈസ് ലാലേട്ടൻ വരുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. സത്യം പറഞ്ഞോ, ലാലേട്ടനെ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. ലാലേട്ടൻ്റെ മുതുവരെ എനിക്കൊരു അത്ഭുതമായിട്ടാണ് അന്നേരം തോന്നിയത്. ഇനോഗ്രേഷൻ ചെയ്ത് അകത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ സ്വപ്ന സഫലീകരണം നടന്നു. ലാലേട്ടനെ നേരിട്ട് കണ്ട് സംസാരിച്ച് കാലിത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച കേസ്. എനിക്കറിയത്തില്ല എൻ്റെ സന്തോഷം എങ്ങനെയാണ് ഞാൻ പ്രകടിപ്പിക്കേണ്ടതെന്ന്. കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ പിന്നെ കിളിയേ പോയി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു മുതുക്ക് ആടുണ്ടായിരുന്നു. ആ ആടിനെ ഷെഫ് റെഡിയാക്കി വെച്ചിട്ട് അത് ലാലേട്ടൻ കട്ട് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. ആ ആട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡ് കഴിക്കുകയാണതിന് മുന്നേ ഞാൻ ഷെഫ് പിള്ളയെ കെട്ടിപ്പിടിച്ചൊരു വലിയ നന്ദി പറഞ്ഞു. കഴിച്ചു നാട്ടിൻ സ്റ്റൈലിലുള്ള വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡാണ്. അതും ഫുൾ മട്ടൺ ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത്. എന്തായാലും അതൊക്കെ വാരി വലിച്ച് കുറേ കുത്തിക്കയറ്റി. എന്തൊക്കെ കുത്തിക്കയറ്റിയാണ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ലാലേട്ടനെ കണ്ടു എന്നുള്ള ഹൈലൈറ്റിൽ നിന്ന് എൻ്റെ ശ്രദ്ധ തിരിയില്ല. ഇത്രയും ഫുഡും അടിച്ച് കയറ്റി നല്ല ഫുഡ് തന്നതിന്, ലാലേട്ടനെ കാണിച്ചു തന്നതിന് ഷെഫ് പിള്ളയ്ക്ക് ഒരു വലിയ നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് ഗൈസ്. ബൈ ബൈ.